ഹായ് ഓൾ. സോ ഇന്ന് നമ്മൾ സിൽവിയ പ്ലാത്തിൻ്റെ ദ കൊളോസസ് എന്നുള്ള പോമാണ് പഠിക്കുന്നത്. സിൽവിയ പ്ലാത്ത് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ പോയറ്റാണ്, നോവലിസ്റ്റാണ്, ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്. ആൻഡ് അവരുടെ ഹസ്ബൻഡ് എന്ന് പറയുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു മോഡേൺ ഇംഗ്ലീഷ് പോയറ്റാണ് ടെഡ് ഹ്യൂഗ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാത്തിൻ്റെ ഈ ഒരു നമ്മുടെ പോയട്രി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്ലാറ്റിൻ്റെ ഒരു റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് കൺഫെഷണൽ പോയട്രി എന്നാണ് പറയുന്നത്. കൺഫെഷണൽ പോയട്രി എന്ന് പറയുമ്പം നമ്മുടെ ഓൺ പേഴ്സണൽ എലിമെൻസും നമ്മുടെ ഓൺ ലൈഫിലുള്ള കുറച്ച് കൺഫെഷൻസ്, അല്ലെങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ള ഡിസിഷൻസ്, നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്, നമ്മുടെ ലൈഫിലുള്ള കാര്യങ്ങൾ, അതൊക്കെ ഓപ്പണായിട്ട് ഇങ്ങനെ തുറന്നു പറയുക എന്നൊക്കെയുള്ളതാണ് കൺഫെഷണൽ പോയട്രിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പോൾ സിൽവിയ പ്ലാത്ത് എന്ന് പറയുന്നത് ഒരു കൺഫെഷണൽ പോയറ്റാണ്. നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസിനെ കുറിച്ച് നമ്മുടെ വർക്കിനകത്ത് പറഞ്ഞു പോകുന്നു. അതുപോലെ തന്നെ ഒരു കൺഫെഷണൽ റൈറ്ററാണ് നമ്മുടെ കമലാ ദാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കൺഫെഷണൽ പോയട്രിയുടെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഇത് കൊളോസസ് എന്നുള്ള പോം സിൽവിയ പ്ലാത്തിൻ്റെ. അതുപോലെ തന്നെ ഡാഡി എന്ന് പറഞ്ഞൊരു പോം കൂടി സിൽവിയ പ്ലാത്ത് എഴുതിയിട്ടുണ്ട്. അതെന്ന് പറയുന്നതും എക്സ്ട്രീംലി കൺഫെഷണലാണ്. അതായത് അച്ഛനും മകളും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന പോയമാണ് ദ ഡാഡി എന്ന് പറയുന്ന ഒരു പോയം. അതേപോലെ തന്നെയാണ് ദ കൊളോസസ് എന്നുള്ള പോയത്തിനകത്തും ഈ അച്ഛൻ മകൾ റിലേഷൻഷിപ്പിനെ, അല്ലെങ്കിൽ ആ ഒരു അണ്ടർ ടോൺ വരുന്നുണ്ട് ഈ പോയത്തിനകത്തും. ഓക്കെ, അപ്പോൾ ഈ കൊളോസസ് എന്നുള്ള ഈ ഒരു പോയം ഒരു കളക്ഷനിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ദ കൊളോസസ് ആൻഡ് അതർ പോംസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം സിൽവിയ പ്ലാത്ത് മരിച്ചത് സൂയിസൈഡ് ചെയ്തിട്ടാണ്. പക്ഷേ വളരെ ഭയങ്കര എക്സലൻ്റ് ആയിട്ടുള്ള പോംസ് ഒക്കെ എഴുതിയിട്ടുള്ളവരാണ് ഈ റൈറ്റർ എന്ന് പറയുന്നത്. ഒരു ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളതും കുറച്ച് മിസ്റ്റിക് ആയിട്ടുള്ളതും കൺഫെഷണൽ രീതിയിലുമാണ് അവർ എഴുതിയിരിക്കുന്നത്. അതായത് നമ്മൾ ഒരിക്കലും വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഇമേജസും അല്ലെങ്കിൽ വയലൻ്റ് ആയിട്ടുള്ള കമ്പാരിസൺസും ഒക്കെയാണ് അവരുടെ ആ ഒരു ഇന്നർ ഫീലിങ്സിനെ കുറിച്ച് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു പോം എന്ന് പറയുന്നത് ഇതുപോലൊരു കൺഫെഷണൽ പോയട്രിയാണ്. ഒരു കോംപ്ലക്സ് പോമാണ് ഈ ഒരു നമുക്ക് പഠിക്കാനുള്ള പോം. അതായത് അച്ഛൻ്റെ മരണത്തിന് ശേഷം അവരനുഭവിക്കുന്ന ആ ഒരു സോറോ ഉണ്ടല്ലോ, ആ ഒരു വാക്യൂം ഫീലിംഗ് ഉണ്ടല്ലോ, അത് ഒരു സ്റ്റാച്യു ആയിട്ട് കമ്പയർ ചെയ്യുവാണ്. അതായത് അച്ഛനെ ഒരു സ്റ്റാച്യു ആയിട്ട് കമ്പയർ ചെയ്യുവാണ്. അപ്പം ആ ഒരു കമ്പാരിസൺസ് ആണ് ഈ ഒരു പോയത്തിനകത്ത് വരുന്നത്. അപ്പോൾ ഈ കൊളോസൽ എന്നുള്ള ഈ സ്റ്റാച്യു എന്ന് പറയുന്നത് 280 BCE റോഡ്സ് എന്നുള്ള സ്ഥലത്ത് ഉണ്ടായിരുന്നതാണ്. അതൊരു ഒരു എർത്ത് അതങ്ങ് തകർന്നു. ഓക്കെ, അപ്പോൾ ഈ കൊളോസൽ എന്നുള്ള ഈ ഒരു സ്റ്റാച്യുവിനെ വൃത്തിയാക്കാൻ വന്ന ഒരു കെയർ ടേക്കർ ആയിട്ടാണ് നമ്മുടെ പോയറ്റ്, അല്ലെങ്കിൽ നമ്മുടെ സ്പീക്കർ ഈ പോയത്തിനകത്ത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഒരു വലിയൊരു സ്റ്റാച്ചു ആണ് കൊളോസസ് എന്ന് പറയുന്നത്. അത് റോഡ്സ് എന്നുള്ള ഐലൻഡിലാണ് ഉള്ളത്. അതൊരു എർത്ത് ക്വേക്ക് വന്ന് ഡിസ്ട്രോയ് ചെയ്തു. ഇപ്പോൾ 1 of the 7 wonders ഓഫ് ദി ഏൻഷ്യൻ വേൾഡ് ആയിരുന്നു അതായത് 1 of the 7 wonders ആയിരുന്നു ഈ ഒരു സ്റ്റാച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൊളോസസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് റീകൺസ്ട്രക്ട് ചെയ്യാൻ വന്നൊരു കെയർ ടേക്കറാണ് നമ്മുടെ സ്പീക്കർ. അപ്പോൾ ആ സ്പീക്കർ വന്ന് ഇത് റീകൺസ്ട്രക്ട് ചെയ്യുമ്പോൾ, അതായത് ഈ പ്രതിമയുടെ പല ഭാഗങ്ങളും ഇങ്ങനെ വൃത്തിയാക്കി കൊണ്ടുവരുമ്പോൾ അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകളും അച്ഛൻ്റെ ആ ഒരു ആബ്സെൻസും എല്ലാം അവർക്ക് ഇങ്ങനെ തികട്ടി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അച്ഛനും ഈ ഒരു പ്രതിമ എന്ന് പറയുന്നത് വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ മാസീവ് ആയിട്ടുള്ള ഒരു സ്റ്റാച്യു ആണ്. അപ്പോൾ അച്ഛൻ്റെ ആ ഒരു മാസീവ്നെസ്, അല്ലെങ്കിൽ ആ ഒരു ഗ്രേറ്റ്നെസ്, അവരുടെ ലൈഫിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ്, ആ ഒരു ഇമ്പാക്റ്റിൻ്റെ ആബ്സെൻസ്, അതായത് ആ ഒരു അച്ഛൻ അവരുടെ ലൈഫിൽ കൊണ്ടുവന്നൊരു ആബ്സെൻസ് മരണശേഷമുള്ള, അപ്പോൾ അതുമായിട്ട് ഈ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടൊരു കമ്പാരിസണാണ് ഈ ഒരു പോം പറഞ്ഞ് പോകുന്നത്. ഓക്കെ, ഇതിനകത്ത് ഒരുപാട് അല്യൂഷൻസ്, മെറ്റഫേഴ്സ്, ഇമേജസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം ഈ ഒരു പോയത്തിൻ്റെ ഫസ്റ്റ് ആൻസർ. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇവരൊരു കൺഫെഷണൽ പോയിന്റാണ്, അത് മറന്നു പോകരുത്. അപ്പോൾ ഈ ഒരു സ്റ്റാച്യുവിന് 98 feet ടോളാണ്. അത് ഗ്രീക്ക് സൺ ഗോഡ് ആയിട്ടുള്ള ഹീലിയോസിൻ്റെ സ്റ്റാച്യു ആണ് ഈ കൊളോസസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് 54 വർഷം ഈ ഒരു സ്റ്റാച്യു എക്സിസ്റ്റ് ചെയ്തു. 224 BCE എർത്ത് ക്വേക്കിലാണ് ഇത് തകർന്നു പോയത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ലൈൻ ഓഫ് ദ പോത്തിനകത്ത് തന്നെ സ്പീക്കർ യു എന്ന് പറഞ്ഞാണ് അഡ്രസ്സ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റാച്യുവിനെ. അതായത് സ്റ്റാച്യു ഡിസ്ട്രോയിഡ് ആയിപ്പോയി. ആൻഡ് ഇനി ഒരിക്കലും എനിക്കതിനെ, അതായത് കെയർ ടേക്കറായ എനിക്ക് പോലും അതിനെ ഒരിക്കലും പഴയ രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കുകയില്ല. ഈ പീസസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സ്കാറ്റേർഡായി അതിനെ ഗ്ലൂ ചെയ്ത് ഒട്ടിക്കാൻ പോലും വയ്യാത്തൊരു അവസ്ഥയിലായി മാറി. അപ്പോൾ സ്പീക്കറിന് നല്ലപോലെ അറിയാം, അതായത് ഇപ്പോൾ ഈ ഒരു കെയർ ടേക്ക് ഞാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ സ്റ്റാച്യുവിനെ ഞാൻ ഈ കെയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു യൂസ്ലെസ് ആയിട്ടുള്ള ജോബാണ്. കാരണം ഒരിക്കലും എനിക്ക് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അതിനെ പഴയ രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം, അച്ഛനുമായിട്ടുള്ള ആ ഒരു പഴയ ഒരു കൈൻഡ് ഓഫ് കണക്ഷനോ ഒന്നും അവർക്ക് അച്ഛൻ്റെ മരണശേഷം അങ്ങോട്ട് കണക്റ്റായി കിട്ടുന്നില്ല. ആ ഒരു ആബ്സെൻസ് ഇപ്പോഴും
അതുപോലെ തന്നെ നിൽക്കുകയാണ്. അവരെത്ര ശ്രമിച്ചിട്ടും അവരുടെ മൈൻഡ് ക്ലിയർ ആക്കാൻ ശ്രമിച്ചിട്ട് പോലും ആ ഒരു ആബ്സെൻസിന് അവർക്ക് ഒരിക്കലും നികത്താൻ പറ്റില്ല എന്നുള്ള കാര്യം ഇവർ റിയലൈസ് ചെയ്യുവാണ്. അപ്പോൾ എപ്പോഴും ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റാച്യൂവിനെ കുറിച്ച് എന്ത് പറഞ്ഞാലും നമ്മൾ ഡയറക്റ്റ്ലി അച്ഛനുമായിട്ടുള്ള റിലേഷൻഷിപ്പുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് പോകണം. നമുക്കറിയില്ല അച്ഛനുമായിട്ട് ഏത് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പാണ്, ലവ് ഹെയ്റ്റ് റിലേഷൻഷിപ്പാണോ എന്ന് നമുക്കറിയത്തില്ലെങ്കിൽ പോലും ഈ സ്റ്റാച്യൂവായിട്ട്, അതായത് ഒരു സ്റ്റാൻസൊക്കകത്ത് പറഞ്ഞു പോകുന്ന എന്താണോ പറഞ്ഞു പോകുന്നത് അത് തന്നെ നമ്മൾ അച്ഛനുമായിട്ടുള്ള ഇമോഷൻസുമായിട്ട് കണക്ട് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. അങ്ങനെ വേണം ഈ ഒരു പോയത്തിനകത്ത് നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ. ഇനി അടുത്തത് സെക്കൻഡ് സ്റ്റാൻസയ്ക്കകത്ത്, അല്ലെങ്കിൽ ഈ ഒരു ഫസ്റ്റ് സ്റ്റാൻസയ്ക്കകത്ത് തന്നെ വീണ്ടും സ്പീക്കർ കണ്ടിന്യൂ ചെയ്യുവാണ്, ഈ സ്റ്റാച്യൂവിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സ്റ്റാച്യൂവിൻ്റെ വിചാരം സ്റ്റാച്യൂ ഒരു ഒറക്കിളാണെന്നാണ്. അതായത് എന്തോ ഒരു ഗോഡ് ലൈക്ക് സ്റ്റാച്യൂ ആണ്, അല്ലെങ്കിൽ ഒരു ഗോഡ് ലൈക്ക് ഫിഗറായിട്ടാണ് സ്റ്റാച്യൂ ഇരിക്കുന്നതെന്നാണ് നമ്മുടെ കെയർ ടേക്കർ പറയുന്നത്. അതായത് ഈ സ്റ്റാച്യൂവിനെ ഒരുമാതിരി അക്യൂസ് ചെയ്യുവാണ്. അതായത് ഞാൻ വളരെ വലുതാണ് എന്ന് സ്റ്റാച്യൂവിന് തന്നെ ഒരു അഹംഭാവമുണ്ട്. അതുപോലെ തന്നെ സ്റ്റാച്യൂ ഒരു ഗോഡ് ലൈക്ക് ഫിഗർ ആണെന്ന് സ്റ്റാച്യൂവിന് തന്നെ ഒരു തോന്നലുണ്ട്. ആൻഡ് അതിന് തൊട്ട് താഴെയാണ് ഹ്യൂമൻ ബീയിങ്സ് അല്ലെങ്കിൽ എന്നെ പോലുള്ള ആളുകളെന്നാണ് ഈ കെയർ ടേക്കർ പറയുന്നത്. ആൻഡ് ദെൻ അവരുടെ ഒരു എവരിഡേ ജോബാണ് ഈ ഒരു സ്റ്റാച്യൂവിനെ റീകൺസ്ട്രക്ട് ചെയ്യുക അല്ലെങ്കിൽ കെയർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ സ്റ്റാച്യൂവിന് എന്തായാലും തന്നെത്താനെ ഇപ്പോൾ ഏത് ഗോഡ് ലൈക്ക് ഫിഗർ ആണെങ്കിൽ പോലും ഈ സ്റ്റാച്യൂ തകർന്നിരിക്കുകയാണ്. അപ്പോൾ അതിന് തന്നെത്താനെ എന്തായാലും സ്വയം അതിനെ ഒന്ന് ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗങ്ങൾ റൂയിൻസ് ക്ലീൻ ചെയ്യാനോ ഒന്നും അതിന് സ്വയം പറ്റത്തില്ല, എത്ര ഗോഡാണെങ്കിൽ പോലും. അതിന് ആര് തന്നെ വേണം? ഈ ഒരു ടൈനി ഹ്യൂമൻ ബീയിങ് തന്നെ വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റാച്യൂ സ്വന്തമായിട്ട് ക്ലീൻ ചെയ്യാൻ അതിന് പോലും സാധിക്കുകയില്ല. അപ്പോൾ ഗോഡ് ലൈക്ക് എക്സിസ്റ്റൻസ് ആണെന്ന് അതിന് തന്നെ തോന്നിയാലും എന്താണ്, ഞാൻ തന്നെ വേണം ഇതിന് എന്ത് ചെയ്യാൻ, ഈ ഒരു സ്റ്റാച്യൂ ക്ലീൻ ആക്കി തരാൻ. അപ്പോൾ അവർ പറയുവാണ് സ്റ്റാച്യൂവിൻ്റെ ത്രോട്ടിലുള്ള മണ്ണ് പോലും ഞാൻ തന്നെ വേണം റിമൂവ് ചെയ്ത് കളയാൻ. അതുപോലെ തന്നെ ഈ ഒരു ഗോഡ് ലൈക്ക് ഫിഗർ എന്ന് പറയുന്നത്, എനിക്കിപ്പോൾ എല്ലാ ദിവസവും ഞാൻ ഈ സ്റ്റാച്യൂവിൻ്റെ പുറത്ത് കയറി ഇതെല്ലാം വൃത്തിയാക്കുന്നു, ഞാൻ താഴെ ഇറങ്ങി വരുന്നു, അവിടെ തന്നെയാണ് എൻ്റെ ഡേയും നൈറ്റും ഞാൻ എല്ലാം സ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ എന്നാൽ പോലും ഈ ഒരു ഗോഡ് ലൈക്ക് സ്റ്റാച്യൂവിന് എൻ്റെ ലൈഫിൽ ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ പറ്റുന്നില്ല. അതായത് എനിക്കങ്ങനെ ഇപ്പോൾ ഈ ഒരു ഗോഡ് ലൈക്ക് സ്റ്റാച്യൂവിനെയാണ് ഞാൻ വൃത്തിയാക്കുന്നത് എന്നുള്ള അഹങ്കാരം എനിക്ക് എന്തായാലും ഇല്ല. അതാണ് ഇവരിവിടെ പറയുന്നത്. അതായത് ഈ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടൊരു കോൺടാക്റ്റ് ഉണ്ട് ഈ ഒരു സ്റ്റാച്യൂ ആയിട്ട്, പക്ഷേ അതൊരിക്കലും ഇവളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല യാതൊരു വിധത്തിലുള്ള നെഗറ്റീവ് രീതിയിൽ. ആൻഡ് അത് മാത്രമല്ല, ഞാൻ ഇനി ഒട്ട് ഈ ഒരു സ്റ്റാച്യൂവിൽ നിന്ന് എനിക്കൊന്നും പുതിയതായിട്ട് പഠിക്കാനുമില്ല, ഞാൻ ഇനി ഒന്നും പഠിക്കത്തുമില്ല എന്നാണ് നമ്മുടെ കെയർ ടേക്കർ പറയുന്നത്. തേർഡ് സ്റ്റാൻസയ്ക്കകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ജോലി എന്താണെന്ന് കൂടുതൽ, അതായത് ഈ ഒരു കെയർ ടേക്കിംഗ് ജോലി അല്ലെങ്കിൽ ഈ ഒരു റീകൺസ്ട്രക്ഷൻ ഓഫ് ദ സ്റ്റാച്യൂ എന്താണെന്ന് കുറച്ചും കൂടി നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുവാണ്. അവളൊരു ഹാർഡ് വർക്കർ ആണെന്നും കുഞ്ഞു കുഞ്ഞു ലാഡേഴ്സ് വെച്ച് പോട്ട്സും അതായത് കുടവും എല്ലാം എടുത്തിട്ടാണ് അവൾ ലാഡേഴ്സിൽ കയറിയാണ് അത് വൃത്തിയാക്കുന്നതെന്നും ഒക്കെ പറയുന്നുണ്ട്. ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് അവളുടെ വർക്കിനെ കുറിച്ച് അവളിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോവുകയാണ്, അവരുടെ ആ ഒരു നേച്ചർ ഓഫ് വർക്ക് എങ്ങനെയാണെന്ന്. അതുപോലെ തന്നെ ഈ സ്റ്റാച്യൂ, വലിയൊരു ഹ്യൂജ് സ്റ്റാച്യൂ വൃത്തിയാക്കാൻ ഇവൾ കുഞ്ഞു കുഞ്ഞു ലാഡേഴ്സ് വെച്ച് കയറുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്റ്റാച്യൂ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവളൊരു കുഞ്ഞ് എറുമ്പിനെ പോലെയാണ്, ആൻറ്റിനെ പോലെയാണ്. അപ്പോൾ അതായത് ഈ സ്റ്റാച്യൂ വെച്ച് നോക്കുമ്പോൾ അവൾ വളരെ ചെറുതാണെന്ന് പറയുവാണ് കമ്പാരിസൺ ചെയ്ത് നോക്കുമ്പോൾ. ഈവൻ ദോ ഈ ഒരു സ്റ്റാച്യൂ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അവിടെ ഇവിടെ മുറിഞ്ഞ് കിടക്കുവാണെങ്കിൽ പോലും ഈ സ്റ്റാച്യൂ വളരെ തന്നെ ഹ്യൂജ് ആൻഡ് ലാർജ് ആണ്. ആൻഡ് ആദ്യം നമുക്ക് തോന്നും ഇവൾ മോക്ക് ചെയ്യുവാണെന്ന് ഈ ഒരു സ്റ്റാച്യൂവിനെ, പക്ഷെ പെട്ടെന്ന് തന്നെ ഇവളുടെ ആ ഒരു ടോൺ ഉണ്ടല്ലോ, ഈ കെയർ ടേക്കറിന് അല്ലെങ്കിൽ സ്പീക്കറിൻ്റെ ടോൺ അങ്ങ് മാറുന്നുണ്ട്. അതായത് MOURNING എന്നുള്ളൊരു വേർഡ് അവിടെ ടേം അവിടെ യൂസ് ചെയ്യാണ് പെട്ടെന്ന്. മോർണിംഗ് എന്നുള്ള ടേം, അതായത് നമ്മളിപ്പോൾ ആരെങ്കിലും മരിക്കുമ്പോൾ നമ്മളിങ്ങനെ മോർണിംഗിലാവുന്ന, പിന്നെ വി ആർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് മോർണിംഗ് എന്ന് പറയത്തില്ലേ, ഒരു വിഷമത്തിലാണ്, ആരുടെയെങ്കിലും മരണം നമ്മളെ വേദനിപ്പിച്ചു, ആ ഒരു മോർണിംഗ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞുകൊണ്ടല്ലോ. അപ്പോൾ പെട്ടെന്ന് ഈ ഒരു സ്റ്റാച്യൂവിനെ കുറിച്ച് കമ്പാരിസണൊക്കെ നടത്തി കളിയാക്കിക്കൊണ്ടിരുന്ന സമയത്ത് വേഗം യൂസ് ചെയ്തൊരു വേർഡാണ് മോർണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മോർണിംഗ് എന്നുള്ള സ്റ്റാച്യൂ, ആ വേർഡ് നമുക്ക് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കോണം ഈ സ്റ്റാച്യൂ എങ്ങനെയോ നമ്മുടെ പോയിറ്റിൻ്റെ മൈൻഡിൽ അച്ഛൻ്റെ ഓർമ്മകൾ ഉണർത്തുകയാണ്. അച്ഛൻ ചിലപ്പോൾ ഇവരുടെ ലൈഫിൽ ഒരു വലിയൊരു ഹ്യൂജ് ഗോഡ് ലൈക്ക് ആയിരുന്നിരിക്കാം. അപ്പോൾ പെട്ടെന്ന് ആബ്സെൻസ് ആയപ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് പോയപ്പോൾ അവർക്ക് ആ ഒരു വാക്യൂം ഫീൽ ചെയ്യുന്നു, പെട്ടെന്ന് തന്നെ ആ ഒരു ഗിൽറ്റി ഫീലിംഗ് അല്ലെങ്കിൽ ആ ഒരു വേദന, ആ ഒരു മോർണിംഗ് ഫീലിംഗ് ഇവർക്ക് വരുവാണ്. സോ ആ ഒരു സോറോനെസ് ആണ് ഈ ഒരു സ്റ്റാച്യൂവായിട്ട് കമ്പയർ ചെയ്യുന്നത്. അവൾ ഗ്രീവ് ചെയ്യുകയാണ്. അതായത് ഇപ്പോൾ നമ്മളിപ്പം എന്തെങ്കിലും ഒരു കാര്യം, മരിച്ചുപോയവരുടെ എന്തെങ്കിലും ഒരു കാര്യം, മെമ്മറീസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന എന്തെങ്കിലും വസ്തുക്കളുണ്ടെങ്കിൽ അപ്പോൾ നമുക്കത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആ ഒരു വസ്തുവായിട്ട് അറ്റാച്ച്ഡ് ആവുകയും നമ്മൾ ആ വസ്തു കാണുമ്പോൾ, ആ ഒരു ഒബ്ജക്റ്റ് കാണുമ്പോൾ നമുക്കൊരു അറ്റാച്ച്മെൻറ്റ് ഫീൽ ചെയ്യുകയും നമുക്കൊരു വിഷമവും ഫീൽ ചെയ്യത്തില്ല.
മനസ്സിലായില്ലേ? അപ്പോൾ ഈ സ്റ്റാച്ചു വൃത്തിയാക്കുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് ഇവർക്ക് സ്ട്രൈക്കിംഗ് ഫീച്ചർ വന്നു, ഇവളുടെ അച്ഛനെ പോലെയാണല്ലോ ഈ സ്റ്റാച്ചു എന്ന്. അപ്പോൾ ആ ഒരു ഗ്രീഫ് ഇവളുടെ മൈൻഡിൽ പെട്ടെന്ന് വരാൻ തുടങ്ങി. അതായത് സ്റ്റാച്ചുവിൻ്റെ തലമുടിയും സ്റ്റാച്ചുവിൻ്റെ വീഡ്സ്, സ്റ്റാച്ചുവിൻ്റെ പുരികം, ആ പുരികത്തിലൊക്കെ ഇപ്പോൾ ഓരോ വീഡ്സ്, അതായത് ഈ അൺവാണ്ടഡ് പ്ലാന്റ്സ് ഉണ്ടല്ലോ, അതെല്ലാം ഗ്രോ ചെയ്ത് തുടങ്ങി. അതെല്ലാം ആര് നശിപ്പിക്കുകയാണ്, നമ്മുടെ കെയർ ടേക്കർ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു കോൺസ്റ്റൻറ്റ് പ്രോസസ്സാണ്. അതായത് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു പിന്നെ വൃത്തിയാക്കുന്നു, അതുപോലെ തന്നെ സ്റ്റോൺസ് എല്ലായിടത്ത് കളയുന്നു, ആവശ്യമില്ലാത്ത സ്റ്റോൺസ് എല്ലായിടത്ത് കളയുന്നു, മണ്ണെല്ലായിടത്ത് കളയുന്നു. ഇതാണ് അവളുടെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റാച്ചു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടിയുടെ, അതായത് ഈ സ്പീക്കറിൻ്റെ ലോസ്റ്റ് ഫാദറിൻ്റെ ഒരു മെറ്റഫറാണ്. പിന്നെ ഒരു അല്യൂഷൻ വരുന്നുണ്ട് 4th സ്റ്റാൻസയ്ക്കകത്ത്. ഒറസ്റ്റിയ എന്ന് പറയുന്ന ഒരു വേർഡ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഒറസ്റ്റിയ, ORESTEIA. ഒറസ്റ്റിയ എന്ന് പറയുന്നത് ഈസ്കിലസ് എന്നുള്ള ട്രാജിക് റൈറ്ററിൻ്റെ ഒരു ഡ്രാമയാണ് ഒറസ്റ്റിയ എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാച്ചുവിൻ്റെ മുകളിലുള്ള ബ്ലൂ സ്കൈയും ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതായത് ഈ സ്റ്റാച്ചുവിനെ പോലെ തന്നെ വളരെ വാസ്റ്റ് ആൻഡ് ഹ്യൂജാണ് അത് നിൽക്കുന്ന തൊട്ട് മുകളിലുള്ള സ്കൈ എന്ന് പറയുന്നതും. അപ്പോൾ സെക്കൻഡ് ലൈനിൽ തന്നെ ആ ഒരു മെറ്റഫർ വരുന്നുണ്ട് 4th സ്റ്റാൻസയുടെ. അതുപോലെ തന്നെ സ്റ്റാച്ചുവിനെ ഫാദറായിട്ട് അവൾ ഓപ്പൺലി കമ്പയർ ചെയ്യുന്നുണ്ട് ഈ ഒരു സ്റ്റാൻസയ്ക്കകത്ത്. സ്റ്റാൻസ കൺക്ലൂഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സ്വയം അവളെക്കുറിച്ച്, അവളുടെ ലൈഫിനെ കുറിച്ച് സംസാരിച്ചാണ് ഈ ഒരു സ്റ്റാൻസ കൺക്ലൂഡ് ചെയ്യുന്നത്. അതായത് ഇവൾക്ക് ഈ നോർമൽ ഡ്യൂട്ടിയിൽ നിന്ന് കുറച്ച് ബ്രേക്ക് എടുക്കണം ലഞ്ച് കഴിക്കാൻ വേണ്ടി. സോ ലഞ്ച് കഴിക്കാൻ വേണ്ടി അവളൊരു ബ്ലാക്ക് സിപ്രസ് ട്രീയുടെ കീഴിലാണ് കഴിക്കുന്നത്. അപ്പം ആ ഒരു ബ്ലാക്ക്നെസ്, അതായത് ഉച്ചയാകുമ്പോഴത്തേക്ക് ആ ഒരു മരത്തിൻ്റെ കീഴിലും കൂടെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു ഡാർക്ക് അല്ലെങ്കിൽ ഒരു ഡെത്ത് ലൈക്ക് അറ്റ്മോസ്ഫിയറാണ് അവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പോയിറ്റ്. ഓക്കെ, അപ്പം അതായത് ഈ സ്റ്റാച്ചു നോർമൽ ലൈഫ് എന്ന് പറയുന്നതും സ്റ്റാച്ചുവിനെ ടേക്ക് കെയർ ചെയ്യുമ്പോൾ ആ ഒരു മൊമെൻറ്റും അവളുടെ ആ ഒരു നോർമൽ ലൈഫ് എന്ന് പറയുന്നതും രണ്ടാണ്. അതായത് ഈ സ്റ്റാച്ചുവിൻ്റെ അടുത്ത് പോകുമ്പോൾ അവൾക്ക് ചിലപ്പോൾ അവളുടെ അച്ഛനെക്കുറിച്ചുള്ള ആലോചന ഓർമ്മകളൊക്കെ വരുന്നു, അവൾ അതിൽ മുഴുകിയിരിക്കുന്നു. സോ നോർമൽ ലൈഫിനെ കുറിച്ച് ഇവിടെ ചിന്തിക്കുന്നില്ല. സ്റ്റാച്ചുവിൻ്റെ ആ വൃത്തിയാക്കൽ കഴിഞ്ഞിട്ട് ഇവിടെ തിരിച്ച് ലഞ്ച് കഴിക്കാൻ വന്നപ്പോഴാണ് ഇവളുടെ ലൈഫ് എന്ന് പറയുന്നത് കുറച്ച് ഡാർക്കായി മാറിയിരിക്കുന്നു ആഫ്റ്റർ ദി ഡെത്ത് ഓഫ് എ ഫാദർ എന്ന് ഇവൾ റിയലൈസ് ചെയ്യുന്നത്. 5th സ്റ്റാൻസയ്ക്കകത്ത് സ്പീക്കർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റാച്ചുവിൻ്റെ ആ ഒരു വലിയ ഒരു ഹ്യൂജ്നെസ് അല്ലെങ്കിൽ ആ ഒരു ഗ്രേറ്റ്നെസ്സിനെ കുറിച്ച് പറയുവാണ്. അതായത് സ്പീക്കറിൻ്റെ പെയിനിനെ കുറിച്ച് കുറച്ചും കൂടി ഇൻഡെപ്തായിട്ട് റിവീൽ ചെയ്യുകയാണ്. അതായത് ഈ ഒരു പ്രതിമ തകർന്നിരിക്കുന്ന കണ്ടാൽ തോന്നും ഒരു ലൈറ്റ്നിങ് സ്ട്രോക്ക്, ഒരു ഹ്യൂജ് ലൈറ്റ്നിങ് സ്ട്രോക്ക് വന്ന് തകർത്തടിച്ചതുപോലെയാണ്, തകർത്ത് വന്നതിനെ അതായത് അതിൻ്റെ പുറത്ത് അടിച്ച് തകർന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാച്ചുവിൻ്റെ ഇയർ കനാലിൻ്റെ ഷേപ്പിനെ ഒരു കേർവ്ഡ് കോൺ ഷേപ്ഡ് ബാസ്ക്കറ്റായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. അതിനെ വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ 6th and 5 ഈ ഒരു കേർവ്ഡ് ഷേപ്പിലാണ് അവൾ ശരിക്കും പറഞ്ഞാൽ വെയിലിൽ നിന്ന് രക്ഷപ്പെടാൻ ഷാഡോ ആയിട്ട്, അതായത് അതായത് ഒരു ഭയങ്കര ഉച്ചയ്ക്കൊക്കെ വെയിലത്തൊക്കെ ഇവൾ ജോലി ചെയ്യേണ്ടി വരുമല്ലോ ഈ ഒരു സ്പീക്കർ. അപ്പോൾ ഈ ഒരു സ്റ്റാച്ചുവിൻ്റെ ഇയറിൻ്റെ ആ ഒരു ലോബിലിരുന്നാണ് ഇവൾ ശരിക്കും പറഞ്ഞാൽ ആ വെയിലിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അപ്പം ഷേപ്പ് ഓഫ് ദി ഇയറിനെ കുറിച്ചൊക്കെ ഇവിടെ സംസാരിക്കുന്നുണ്ട്. അതായത് ഈ ഇയറിൻ്റെ ഷേപ്പിനെ ഒരു കോൺ ഷേപ്ഡ് ബാസ്ക്കറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. 6th and final സ്റ്റാൻസയ്ക്കകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീക്കർ എന്താണ് പറയുന്നത്, അവൾ ആ സ്റ്റാച്ചുവിൻ്റെ ഇയറിലിരിക്കും ഇതുപോലെ വെയിൽ വരുമ്പോൾ. അവിടെ ഇരുന്നുകൊണ്ടാണ് ഇവൾ ചിലപ്പോൾ രാത്രിയിലും അവിടെ കയറി ഇരിക്കാറുണ്ട്. അവിടെ ഇരുന്നു കൊണ്ട് ആകാശത്തുള്ള സ്റ്റാർസും ഒക്കെ കൗണ്ട് ചെയ്യാറുണ്ട്. ആൻഡ് ഈ ഒരു ഇമേജറി എന്ന് പറയുന്നത് സ്റ്റാച്ചു, പിന്നെ അതുപോലെ തന്നെ ഇതൊരു ലവ്ലി ഇമേജറി ആയിട്ട് നമ്മുടെ പോയിട്ട് പറയുവാണ്. അതായത് രാത്രി ഇരുന്ന് മുകളിലോട്ട് ആകാശത്തോട്ട് നോക്കിയിരുന്ന് സ്റ്റാർസൊക്കെ കൗണ്ട് ചെയ്യുന്നൊരു ഇമേജ്. പിന്നെ എന്താണ് വരുന്നതെന്ന് വെച്ചാൽ സ്റ്റാച്ചുവിൻ്റെ ടങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. സൺറൈസ് ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഇതുപോലെ ഈവനിങ് ആകുമ്പോഴത്തേക്കും ടങ്ങിലേറി ഇരിക്കുമ്പോൾ ആ ടങ് ഒരു വലിയ ഷാഡോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഗ്രൗണ്ടിൽ, അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ലൈറ്റ് ആൻഡ് വാം കളേഴ്സ് അതായത് വന്നു പോകുന്നുണ്ട് സ്റ്റാച്ചുവിൽ കയറി ഇരിക്കുമ്പോൾ. ആൻഡ് നമ്മുടെ പോയിട്ട് പറയുന്നുണ്ട് അവളുടെ ലൈഫ് എന്ന് പറയുന്നത് ഷാഡോ ആയിട്ട് അല്ലെങ്കിൽ അവളുടെ ആ ഒരു ടൈം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവൾ അവിടെ സ്പെൻഡ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് ഷാഡോസുമായിട്ട് കണക്റ്റഡ് ആണ്. അതായത് എല്ലാ ദിവസവും 24 hours അവൾ ആ സ്റ്റാച്ചുവിൻ്റെ അടുത്ത് തന്നെയാണ്
അവളുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അവിടെ അങ്ങ് അവളുടെ ലൈഫ് അവിടെ സ്റ്റക്കായി പോയി എന്നാണ് അവൾ പറയുന്നത്. അച്ഛൻ മരിച്ചാലും അച്ഛൻ്റെ മരണത്തിൻ്റെ ഷാഡോയിലാണ് അവൾ സ്റ്റിൽ ലൈഫ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ അവളുടെ ലൈഫ് ശരിക്കും പറഞ്ഞാൽ വളരെ മിസറബിളായിട്ട് ട്രാപ്ഡായിട്ടിരിക്കുവാണ് ഈ ഒരു അച്ഛൻ്റെ മരണത്തിൽ. അതായത് ജീവിച്ചിരുന്നപ്പോഴും അച്ഛൻ ഒരു ഗോഡ് ലൈഫ് ഫിഗറിനായിരുന്നു, മരിച്ചു കഴിഞ്ഞപ്പോഴും അച്ഛൻ്റെ ആ ഒരു ഡെത്ത് എന്ന് പറയുന്ന അവളുടെ ലൈഫിൽ ഒരു ഷാഡോയി ആയിട്ട് ഇങ്ങനെ നിഴൽ പോലെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്, ഈ സ്റ്റാച്യു പോലെ. അപ്പോൾ അവൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ട്രാപ്ഡാണ്. അവളുടെ ലൈഫും അവളുടെ ടൈമും അവളുടെ മൊമെൻറ്റ്സും എല്ലാം ആ ഷാഡോ അല്ലെങ്കിൽ അച്ഛനെ ചുറ്റിപ്പറ്റിയിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് 2 ലൈൻസിൽ ഒരു ബോട്ടിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതായത് അവൾക്ക് ഒരിക്കലും ഇതിനകത്ത് രക്ഷപ്പെടാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് ഒരു ബോട്ടിൽ വന്ന് അവളെ രക്ഷപ്പെടുത്തുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആദ്യം അവളുടെ മൈൻഡിൽ തോന്നുന്നുണ്ടായിരുന്നു ആരെങ്കിലും വന്നതിനെ രക്ഷപ്പെടുത്തും, ഒരു ബോട്ടിൽ വന്ന് രക്ഷപ്പെടുത്തും, അതായത് ആരെങ്കിലും വന്ന് ഈ ഒരു ഗ്രീഫിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു. പിന്നീട് എന്താണ്, അവൾ അങ്ങനെ ഒരു ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാറേ ഇല്ല, അല്ലെങ്കിൽ അവളിങ്ങനെ ആരെങ്കിലും വരും എന്നുള്ളൊരു ആഗ്രഹം ഇപ്പോൾ വെച്ച് പുലർത്താറില്ല എന്നിങ്ങനെ പറയുവാണ്. അപ്പോൾ ഈ പോം ഫുള്ളും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇമേജറീസ് നമുക്ക് ഒരുപാട് രീതിയിൽ ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഒരു സിക്സ് സ്റ്റാൻസ പോമാണ്. ഇതിന് കൂടുതൽ ഫ്രീ വേഴ്സാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്, അല്ലാതെ പ്രത്യേക മീറ്ററൊന്നുമില്ല ഇതിന്. പിന്നെ നമുക്ക് ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഇപ്പോൾ ഈ ഒരു പോയട്രി എന്ന് പറയുന്നത് കൺഫെഷണൽ പോയട്രിയാണ്. 1960 എഴുതിയിരിക്കുന്നത്. പിന്നെ ഇത് ആരുടെ സ്റ്റാച്യു ആണെന്നുള്ളത് ചോദിക്കും. സൺ ഗോഡ് ഹീലിയസിൻ്റെ സ്റ്റാച്യു ആണ്, HELIOS. ഓക്കെ, പിന്നെ ഈ ഒരു സ്റ്റാച്യുവിൻ്റെ ഹെയർ എങ്ങനെയാണ്, സ്റ്റാച്യുവിൻ്റെ ഏത് ഭാഗത്താണ് മണ്ണ് കയറിയിരിക്കുന്നത്, സ്റ്റാച്യുവിൻ്റെ ത്രോട്ടിലാണ് മണ്ണ് കയറിയിരിക്കുന്നത്, സിൽറ്റ് എന്നാണ് മണ്ണിന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ. അതുപോലെ തന്നെ സ്റ്റാച്യുവിൻ്റെ ഹെയർ എങ്ങനെയാണെന്ന് യൂസ് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണെന്നാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സ്റ്റാച്യുവിൻ്റെ ഹെയർ ഒരു അക്കാൻഡൈൻ എന്നുള്ള ഒരു പ്ലാന്റുമായിട്ടാണ് കമ്പയർ ചെയ്തേക്കുന്നത്, ACANTHINE. ഓക്കെ, പിന്നെ തീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ്റെ ഡെത്താണ് തീം എന്ന് പറയുന്നത് ഇവിടെ. ഇപ്പോൾ കൊളോസസ് ഓഫ് റോഡ്സ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റാച്യു എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഇതൊരു 1 of the 7 wonders ആയിരുന്നു. ഗോഡ് ഹീലിയോസിൻ്റെ ഒരു സ്റ്റാച്യു ആയിരുന്നു ഇത്. ഓക്കെ, പിന്നെ ഇതൊരു എർത്ത് വന്നപ്പോൾ തകർന്നു പോയി. ലിറ്ററി ഡിവൈസസ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ മെറ്റഫറുണ്ട്, ഇമേജസ് ഒരുപാടുണ്ട്, അതായത് ഇമേജറി ഒരുപാടുണ്ട്. പിന്നെ എൻജാംബ്മെൻറ്റ് എന്നുള്ള ഒരു ലിറ്ററി ഡിവൈസ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. എൻജാംബ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇപ്പം ഓരോ ലൈനിലും നമ്മളിങ്ങനെ ആകാംക്ഷ കൂട്ടാൻ വേണ്ടി ഓരോ ഐഡിയാസ് ഉണ്ടല്ലോ. അതായത് ഇപ്പോൾ ഒരു ലൈനിൽ ആ ഐഡിയ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞ് നിർത്തത്തില്ല. പറയാൻ വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അതിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് സെവറൽ ലൈൻസിൽ ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ റീഡേഴ്സിനെ എൻഗേജ് ചെയ്ത് ഈ ഒരു പോയത്തിനകത്തോട്ട് പിടിച്ചിരുത്താൻ വേണ്ടിയാണ്. അതിനെ വിളിക്കുന്ന പേര് എൻജാംബ്മെൻറ്റ് എന്നാണ്. അതായത് സെൻസ് എന്ന് പറയുന്നത് ഓർ ഐഡിയ ഈസ് ക്യാരിഡ് ഇൻ ടു ഡിഫറെൻറ്റ് ലൈൻസ്. ഓക്കെ, ദെൻ മെറ്റഫേഴ്സാണ് കൂടുതലും യൂസ് ചെയ്തിരിക്കുന്നത്. ഈ കൊളോസസ് എന്നുള്ള സ്റ്റാച്യു തന്നെ അച്ഛൻ്റെ മെറ്റഫറാണ്. ഓക്കെ, പിന്നെ കൺഫെഷണൽ പോയട്രിയുടെ ഫീച്ചേഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് 1950s അല്ലെങ്കിൽ 1960s അമേരിക്കൻ പോയട്രിയിൽ എമേർജ് ചെയ്തൊരു സ്റ്റൈലാണിത്. ഓക്കെ, അതൊരു മോഡേണിസ്റ്റ് സ്റ്റൈലാണ്. സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുമ്പോൾ അത് അതായത് പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ഓപ്പൺലി ഡിസ്കസ് ചെയ്യുന്നതാണ് കൺഫെഷണൽ പോയട്രി എന്ന് പറയുന്നത്. അതിനെ പേഴ്സണൽ പോയട്രി എന്നും വിളിക്കും. ഓക്കെ, ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കും ഇത് എഴുതിയിരിക്കുന്നത്, അതായത് എന്നൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും എഴുതിയിരിക്കുന്നത്. സിൽവിയ പ്ലാത്തിൻ്റെ തന്നെ, അതായത് നമ്മുടെ ഈ റൈറ്ററിൻ്റെ തന്നെ ഡാഡി എന്ന് പറയുന്നതും ഒരു കൺഫെഷണൽ പോയട്രിയാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ കമലാദാസിൻ്റെ പോംസും എല്ലാം കൺഫെഷണൽ പോയട്രിയാണ്. അവരുടെ പേഴ്സണൽ ലൈഫിൽ നിന്ന് എടുക്കുന്ന എലിമെൻസും ഉണ്ട്. ഈ ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, അച്ഛനുമായിട്ട് കമ്പയർ ചെയ്തേക്കുന്നതാണെന്ന് പറയുക. പിന്നെ ഇതിനകത്തുള്ള പോസ്റ്റ് മോഡേൺ എലിമെൻസ് എന്ന് പറയുമ്പോൾ സിൽവിയ പ്ലാത്തിൻ്റെ പോയിട്രി എന്ന് പറയുന്നത് മോഡേൺ പോയിട്രിയാണ്, പോസ്റ്റ് മോഡേൺ പോയിട്രിയാണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് തീംസ് ഉണ്ട് അവരുടെ പോയിട്രിക്കകത്ത്. ലവ് ഉണ്ട്, കമ്മ്യൂണിസം വരെയുള്ള തീംസ് അവരുടെ പോയിട്രിക്കകത്ത് വരുന്നുണ്ട്. അപ്പം അവരുടെ, അതായത് ഒരു സ്ത്രീ എങ്ങനെയാണ് അവരുടെ ഒപ്പീനിയൻസ് എക്സ്പ്രസ് ചെയ്യുന്നത് വളരെ വയലൻ്റ് ആയിട്ടുള്ള രീതിയിൽ, ആ ഒരു രീതിയിലാണ് നമ്മുടെ പോയം നമ്മുടെ റൈറ്റർ എഴുതുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഡാഡി എന്നുള്ള പോയം എന്ന് പറഞ്ഞാൽ ഡാഡി എന്നുള്ളതിനകത്ത് അവർ ഡാഡിയെ ബാസ്റ്റേർഡ് എന്നൊക്കെ വിളിക്കുന്നുണ്ട്, ഒരുപാട് അബ്യൂസീവ് വേർഡ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ആ പോയം തന്നെ വളരെ ഷോക്കിംഗ് ആണ്. അപ്പോൾ അതുപോലെ ഏകദേശം അതുപോലെ ഇല്ലെങ്കിലും ഒരേ തീം വരുന്ന പോയമാണ് നമുക്കിപ്പോൾ പഠിക്കാനുള്ള കൊളോസസ്.
നമുക്ക് ഈ പഠിക്കാനുള്ള ഈ പോം ദ കൊളോസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സൊസൈറ്റിയുടെ വാല്യൂസ് ആൻഡ് ബിലീവ്സിന് എതിരെ കൊണ്ടുവരിക, കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക, വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക, മൊറാലിറ്റിയെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, തീംസ് കൊണ്ടുവരിക, അതൊക്കെയാണ് പോസ്റ്റ് മോഡേൺ എലിമെൻറ്റ്സ് ഇവരുടെ വർക്കിനകത്ത് വരുന്നത്. കൺഫെഷണൽ പോയട്രിയുടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺഫെഷണൽ പോയറ്റ്സ് എന്ന് പറയുമ്പം 2-3 പേരുടെ പേര് ഓർത്ത് വെക്കുക. സിൽവിയ പ്ലാത്ത് ഉണ്ട്, റോബർട്ട് ലോവൽ എന്ന് പറഞ്ഞ ഒരു റൈറ്റർ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കമലാ ദാസൊക്കെ കൺഫെഷണൽ പോയറ്റ്സ് ആണ്. അവരെല്ലാം ഇവരൊക്കെ എന്ന് പറയുന്നത് സിൽവിയ പ്ലാത്ത്, റോബർട്ട് ലോവൽ എന്ന് പറയുന്നത് അമേരിക്കൻ പോയറ്റ്സ് ആണ്. അവർ ഫ്രീ വേഴ്സിലാണ് ഇതൊക്കെ എഴുതുന്നത്. വയലൻ്റ് ആയിട്ടുള്ള ഇമേജറി ആയിരിക്കും യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഈ സിൽവിയ പ്ലാത്തിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഈ സൂയിസൈഡ് എന്നുള്ള കാര്യമായിട്ട് വളരെ ഒബ്സസ്ഡ് ആയിരുന്നു. തലയൊക്കെ സ്റ്റൗവിൽ വെച്ച് പൊട്ടിച്ചിട്ടുണ്ട്. അവർ സൂയിസൈഡ് ചെയ്തതാണ് ആ സ്ത്രീ. അപ്പം നമ്മുടെ ആ റൈറ്റർ, അപ്പോൾ ഈ അവരുടെ പോയട്രിയിൽ നമുക്ക് ഏകദേശം അങ്ങനെയുള്ള സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, പിന്നെ പേഴ്സണൽ എലമെൻസിൻ്റെ ആ ഒരു യൂസേജ് ഇതൊക്കെ എഴുതുക. ഓട്ടോബയോഗ്രഫിക്കൽ എക്സ്പീരിയൻസസ് വരുന്നതിനെയാണ് കൺഫെഷണൽ പോയട്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു പോയത്തിനകത്ത് നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.